ഹായ് ഗൈസ്, ഇന്ന് അത്തപ്പൂ ഇടേണ്ട തേർഡ് ഡേ ആണല്ലോ. ഇന്ന് ചോതിയാണല്ലോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ കയറി രാവിലെ കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ നല്ലൊരു കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് അത്തപ്പൂക്കളെ ഇടാമെന്ന് തീരുമാനിച്ച്. അപ്പോൾ ഞാൻ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ചെന്നപ്പോഴത്തേക്ക് മുറ്റമെല്ലാം മഴ പെയ്ത് നനഞ്ഞ് കിടക്കുമായിരുന്നു. അമ്മു താണ്ട പൂക്കളെല്ലാം റെഡിയായി ഓരോന്നായിട്ട് തരം തിരിച്ച് റെഡിയാക്കി വെച്ചേക്കുക. അപ്പോൾ അമ്മുക്കുട്ടിയുടെ ചിരി കണ്ടില്ലേ ഗൈസ്? അപ്പോൾ കണ്ടില്ലേ, അമ്മുക്കുട്ടി നല്ല ഭംഗിയായി എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുക്കുട്ടനെ അവൻ്റെ വീഡിയോ എടുക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അവൻ കടന്ന് ഞാൻ പാത്തും പതുങ്ങിയും വീഡിയോ എടുക്കുക. നിന്നെയല്ല എടുക്കുന്ന പൂക്കളം, അമ്മൂനെ എടുക്കുന്നതാണ്. അമ്മൂനെ എടുക്കുന്നു. അമ്മൂ നോക്കടി. പിന്നെ നമ്മുടെ അമ്മക്കുട്ടിക്ക് പിന്നെ ഒരു പ്രശ്നവുമില്ല. കുഞ്ഞുനാൾ മുതലേ അവൾക്ക് വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എത്ര നേരം വേണമെങ്കിലും പോസ് ചെയ്തിരുന്നോളും. വീഡിയോ എടുപ്പ് നിർത്തി ഞാനും കുറച്ച് പൂക്കളൊക്കെ ഇടാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അമ്മക്കുട്ടി പുതിയൊരു ഡിസൈൻ ഇടുക അത്തപ്പൂക്കളത്തിന്. കണ്ടിട്ടൊരു കുരിശിൻ്റെ മോഡൽ പോലെ ഉണ്ട്. നമുക്ക് നോക്കാം അവളെ എന്തോ ആക്കുമെന്ന്. അപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ? നമുക്കിൻ്റെ ഫൈനൽ റിസൾട്ട് നോക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ഹെയർ ക്ലിപ്പിൻ്റെ മോഡലിലായിട്ടുണ്ട്. നല്ല രസമുണ്ട്, പക്ഷേ നല്ല ഭംഗിയുണ്ട്. അങ്ങ് ചവിട്ടിക്കൂടാ, ദോഷം. അനങ്ങാതിരി അവിടെ. നോക്ക് നോക്ക്. അപ്പം നമ്മുടെ പൂക്കളം നല്ല അടിപൊളി പൂക്കളമായിട്ട് നല്ല സൂപ്പർ ഡിസൈനിൽ ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് അമ്മു ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾ ഇവിടെ മുറ്റത്തായിരുന്നടാ വെടി. നീ ഗേറ്റിൻ്റെ അവിടെ പോയി നിന്ന് കണ്ട? പള്ളിയിലെ പടക്കം കണ്ടില്ലേ? നീ എവിടെ ആയിരുന്നു? ഇവിടെ മുറ്റത്ത് നിന്നാ കാണായിരുന്നു. മുറ്റത്ത് നിന്ന് എന്നിട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ അവിടെയൊക്കെ അങ്ങ് കിടുങ്ങുമായിരുന്നു. ആ വഴിയൊക്കെ ഫുള്ളങ്ങ് കിടുങ്ങുമായിരുന്നു. നീ അടി തള്ളുകാരി. അമ്മക്കുട്ടി ഭയങ്കര സൂപ്പറായിട്ട് പൂക്കളം ഇട്ടു. എന്നാലും ഒരു ഫൈനൽ ടച്ച് കൊടുക്കണ്ടേ? പൂക്കളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഉടനെ തന്നെ കുളിച്ച് ഒരുങ്ങി സുന്ദരികളായിട്ട് സെൽഫിയൊക്കെ എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ ഹൗസ് വാമിങ്ങിന് പോകാനായിട്ടാണ് ഒരുങ്ങിയത്. അപ്പോഴത്തേക്ക് ഏട്ടന് ആ ചുരിദാർ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ഉടനെ ഒരു യെല്ലോ ചുരിദാർ ടോപ്പ് ഇടാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി ഒരു യെല്ലോ ചുരിദാർ എടുത്തിട്ട് അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വണ്ടിയൊക്കെ കിട്ടി. അപ്പോൾ കണ്ടില്ലേ, വീടിൻ്റെ പേര് പ്രകൃതി എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ്ങാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിനകത്ത് പെട്ടെന്ന് കയറി എല്ലാവരും വരുന്നതിന് മുമ്പ് വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി. നല്ല അടിപൊളി വീടാണ്. പിന്നെ ഒരുപാട് ഇൻറ്റീരിയർ പ്ലാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അടുക്കളയൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ
ഞങ്ങളങ്ങനെ പെട്ടെന്ന് ഓരോ റൂമിലോട്ട് കയറാൻ തീരുമാനിച്ചു. അപ്പോൾ കണ്ടില്ലേ ഈ ചെടി, ഇത് ബോൺസായി ആയിട്ട് വളർത്തിയേക്കുന്നതാണ്. ഇൻറ്റീരിയർ പ്ലാന്റ്സ് ഒരുപാടുണ്ട്. എനിക്ക് ഈ ചെടി ഒരുപാട് അങ്ങ് ഇഷ്ടമായി. ഒത്തിരി പേര് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ആരും ഇല്ല, എല്ലാവരും ഓരോരോ പരിപാടികളില്ല. അപ്പോൾ എല്ലാവരും കഴിക്കാനായിട്ടുള്ള തിരക്കാണ്. അപ്പോൾ ഞാനും കഴിക്കാനായിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ആളുകളൊക്കെ കൂടുന്ന കണ്ട് അമ്മുക്കുട്ടിക്ക് ഭയങ്കര നാണക്കേട് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അത് കാരണം അമ്മ പറയുന്നത് നിർത്താന്ന് വീഡിയോ എടുക്കുന്നത്. നീ ഐസ്ക്രീം ഓടല്ലേ, ഇങ്ങോട്ട് നോക്കൂ, നോക്കടി ഇങ്ങോട്ട്. ഈ അമ്മുക്കുട്ടി ഇല്ലേ, നാണക്കേട് കാരണം ഐസ്ക്രീമും കൊണ്ട് ഓടി. അവള് വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല, അവള് പോയി തിരിഞ്ഞു നിന്നു. അങ്ങനെ നമ്മുടെ ചോതി ദിനത്തിലെ അത്തപ്പൂക്കളം കംപ്ലീറ്റായി. നമ്മൾ പൂക്കളവും ഇട്ടു, പിന്നെ ഫോട്ടോസും എടുത്തു, പിന്നെ ഒരു വീട് പാലുകാച്ചിന് പോവുകയും ചെയ്തു. ഇനി നാളെ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ടാറ്റാ.